നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ അമ്മ നമ്മുടെ സ്വന്തം അമ്മയാണ്. അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മോട് കൂടെ ചേർന്ന് നമ്മോട് എപ്പോഴും ഒന്നിച്ചായിരിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മയും കൂടെ കൂട്ടുപിടിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ മക്കളെ ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ ആവശ്യങ്ങളിലും ചിലപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനും അതിനപ്പുറത്തുള്ള ഒരു റിസൾട്ട് അമ്മ പലപ്പോഴും തരുന്നത് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിയൽ ലൈഫിലൊക്കെ ഓരോ പ്രശ്നങ്ങളിലൊക്കെ അമ്മ ഇടപെട്ട് നമുക്ക് ഓരോ സൊല്യൂഷൻസ് നമുക്ക് അമ്മ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. എപ്പോഴും അമ്മയോട് കൂടെ ആയിരിക്കുവാനും അമ്മയെ നമ്മോട് ചേർത്ത് പിടിക്കുവാനും നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും അമ്മയെ ഇൻവോൾവ് ചെയ്യിക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം? നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അനുഗ്രഹപ്രദമാകാനും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സക്സസ് ആയിരിക്കാനും അമ്മയുടെ ആ സാന്നിധ്യം നമുക്ക് നമ്മുടെ ആ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എല്ലാം റിഫ്ലക്റ്റ് ആകാനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അമ്മയെ ചേർത്ത് പിടിക്കാനും അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനും അമ്മയുടെ ആ പ്രസൻസ് നമ്മുടെ ആ ജീവിതത്തിൽ ഉണ്ടാകാനും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയോട് നമ്മൾ അപേക്ഷിച്ചാൽ അമ്മ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അമ്മ അതിനൊരു സൊല്യൂഷൻ തരും. നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ സാഹചര്യങ്ങളാവട്ടെ എല്ലാത്തിലും അമ്മയുടെ ആ ഒരു ചൈതന്യം നമുക്ക് ജീവിതത്തിൽ ലഭിക്കും. അമ്മയോട് ചേർന്നിരിക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് കൊന്ത ചെല്ലുക എന്നുള്ളത് തന്നെയാണ്. അമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ നിയോഗങ്ങൾ ആ കൊന്തയിലൂടെ നമുക്ക് അമ്മ മാതാവിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായി സാധിക്കും. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയുമാണ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അതൊരു പ്രത്യേക ഒരു അമ്മയുടെ ആ ഒരു പ്രസൻസ് നമ്മൾ ആ കൊന്ത ചെല്ലുമ്പോഴൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ കൊന്ത ചെല്ലുക എന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ഒരു റോസാപ്പൂ അമ്മയുടെ കിരീടത്തിൽ നമ്മൾ സമർപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ഇത്ര എണ്ണം ചെല്ലുമ്പം ഇത്രയും റോസാപ്പൂക്കൾ നമ്മൾ അമ്മയുടെ ആ കിരീടത്തിലേക്ക് നമ്മൾ ഓരോന്നായി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി പേര് പറയും ഈ കൊന്ത ചെല്ലുമ്പം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പല വിചാരങ്ങളൊക്കെ വരുന്നു, അത് ഒരു പ്രെയർഫുള്ളായിട്ട് അത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ആക്റ്റീവായിട്ടിരുന്ന് പ്രാർത്ഥന കൊന്ത കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അതിന് ഏറ്റവും നല്ലൊരു ഉപാധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ, കൊന്ത ചെല്ലുമ്പോൾ നമുക്ക് 5 രഹസ്യങ്ങളാണല്ലോ. ഒരു കൊന്ത എന്ന് പറയുമ്പോൾ അതിനകത്ത് 5 രഹസ്യങ്ങളുണ്ട്. ആ 5 രഹസ്യങ്ങൾ നമ്മൾ ഓരോ നിയോഗങ്ങൾക്കായിട്ട് സമർപ്പിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന ഓരോ ആവശ്യങ്ങളും ഓരോ നിയോഗങ്ങളായിട്ട് സമർപ്പിക്കുക. ഓരോ ആൾക്കാരെ, നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, അവർക്കും എല്ലാം വേണ്ടി സമർപ്പിച്ച് പ്രത്യേകമായിട്ട് ആ ഓരോ രഹസ്യങ്ങളും ഓരോ ആൾക്കാർക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. ആ കൊന്ത നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു മടുപ്പോ മുഷിച്ചിലോ ഒന്നും തോന്നത്തില്ല. നമ്മൾ ആക്റ്റീവായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്കും പണ്ട് ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ കൊന്ത ചെയ്യുന്ന സമയത്ത് നമ്മുടെ തോട്ട്സ് എല്ലാം ചേഞ്ച് ആയിട്ട് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നു, വേറെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലോട്ടെല്ലാം കൺവേർട്ടായിട്ട് മാറും. പക്ഷെ ഞാനും ഇങ്ങനെ നിയോഗം വെച്ച് കൊന്ത ചെല്ലാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു അനുഭവമായി മാറി. ഒരു പ്രെയർഫുള്ളായിട്ടുള്ള നമുക്ക്
കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് തന്നെ ആ കൊന്ത കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ രഹസ്യവും ഓരോ നിയോഗങ്ങളായിട്ട് സമർപ്പിക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ രാവിലെ കൃപാസന പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് നമ്മൾ രാവിലെ എണീക്കുന്നുണ്ട്. അപ്പോൾ കൃപാസന പ്രാർത്ഥനയൊക്കെ ചൊല്ലി തൈലമൊക്കെ പൂശി കഴിഞ്ഞിട്ട് നമ്മൾ തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുമല്ലോ ഓയിൽ വെച്ചിട്ട്. അപ്പം അതും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൊന്ത ചെല്ലുക. അപ്പോൾ ആ കൊന്ത ചെല്ലുമ്പം നമ്മുടെ അന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഞാനത് അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കതെൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ടൊരു ചേഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അത് നമ്മുടെ ആ ഓരോ ആക്ടിവിറ്റീസ്, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ വർക്കിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ഹസ്ബൻഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, പേരൻസ്, സിബ്ലിങ്സ് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോൾ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുക്കിങ്ങിന് എല്ലാം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതെല്ലാം സക്സസ് ആവാനും, പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി എല്ലാം തടസ്സമൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് പോകാനും, എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നന്നായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനും, ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് സമർപ്പിച്ച് നമ്മുടെ ആ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് കൊന്ത ചെല്ലുക. ഓരോ രഹസ്യങ്ങൾ, ആദ്യത്തെ രഹസ്യം ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ്, പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ഇടപെടുന്ന ആളുകൾ, അന്ന് നമ്മളുമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, അങ്ങനെ എല്ലാവരെയും അവരിലെല്ലാം ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചൈതന്യവും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോ നമ്മുടെ ആ അന്നത്തെ രാവിലെ മുതൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും വേണ്ടി ആ രഹസ്യങ്ങളെല്ലാം ഓരോ 5 രഹസ്യത്തിലെ ഓരോ രഹസ്യവും നമ്മുടെ അന്നത്തെ ആ പ്രവൃത്തികളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജസ്റ്റ് നിങ്ങളതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മുടെ ആ ഒരു ദിവസം മൊത്തം ബ്ലെസ്ഡ് ആയിട്ടിരിക്കാനും, നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും സക്സസ് ആകാനും, നമ്മൾ ആ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അമ്മയുടെ ആ കരുതലും സംരക്ഷണവും നമ്മോട് കൂടെ ആയിരിക്കുവാനും ഏറ്റവും നല്ലൊരു മെത്തേഡാണിത്. അതുപോലെ ഒരു കൊന്ത എപ്പോഴും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മളെപ്പോഴും ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് മാതാവിന് ഒരു കൊന്ത സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ നിയോഗങ്ങൾ ഈ കൊന്തയിലൂടെ അമ്മ മാതാവിലേക്ക് സമർപ്പിക്കുക. അമ്മ മാതാവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ അമ്മ ഓടിയെത്തി തീർച്ചയായും നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അമ്മയോട് ചേർന്നിരിക്കുക, അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാവരെയും അമ്മ മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.